എല്ലാ പ്രിയപ്പെട്ടവർക്കും വലിയൊരു നമസ്കാരം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് നമ്മുടെ നാട്ടിൽ കേരളത്തിലിപ്പോൾ വയനാട്ടിൽ നടക്കുന്ന ഈ സംഭവം മഹാദുരന്തം തന്നെയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് രണ്ട് വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്നും സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഓരോ വിമർശനങ്ങൾ, ഇതിനെ പറ്റിയിട്ടുള്ള വിമർശനങ്ങൾ, ഇതൊക്കെ കേട്ട് സഹിക്കാൻ വയ്യാതായപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് രാഷ്ട്രീയമോ മറ്റുള്ളവ പറയേണ്ട ഒരു സമയമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയം വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ ഇത് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മൾ ഈ ദുരന്തത്തെ നേരിടുക. മഴയാണെങ്കിൽ എല്ലാ നാട്ടിലും നല്ല മഴയുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ, ഞാൻ തൃശ്ശൂർക്കാരനാണ്, തൃശ്ശൂർ ജില്ലയിൽ പീച്ചി ഡാമിനൊക്കെ അടുത്തൊക്കെ നന്നായി വെള്ളം കയറിയിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് ആരെങ്കിലും എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നെഗറ്റീവായിട്ട് കാണാതെ, രാഷ്ട്രീയം നോക്കാതെ, ഇതിനകത്ത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, മറ്റുള്ള എല്ലാ നാനാജാതിയിൽപ്പെട്ട ആളുകളും സഹായങ്ങളൊക്കെ ആയിട്ട് എത്തുന്നുണ്ട്. അതുപോലെ കൊച്ചുകുട്ടികൾ കൂട്ടി വെച്ചിട്ടുള്ള ചില്ലറ പൈസകൾ അതുവരെ കൊടുക്കുന്നത് ഓരോ സംഘടനകൾക്ക് ഏൽപ്പിക്കുന്നതൊക്കെ നമ്മൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ആടിനെ വിറ്റിട്ട് ഒരു താത്ത പൈസ കൊടുത്തത് പ്രളയ സമയത്ത്, ആ താത്ത ഇന്നും രംഗത്ത് വന്നിട്ടുണ്ട് ഇങ്ങനൊരു കാര്യത്തിൽ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആരെങ്കിലും സഹായം ചെയ്യുന്നവർ ചെയ്യട്ടെ. എന്തിനാണ് ഈ നെഗറ്റീവ് കമൻ്റ് ഇട്ടിട്ട് ആരെങ്കിലും കൊണ്ടും ചെറിയ ഒരു 100 രൂപയാണെങ്കിൽ 100 രൂപ അത് കൊടുക്കാൻ കാണിക്കുന്ന ആ മനസ്സ് നിങ്ങൾ കാണാതെ പോകരുത്. അല്ലാതെ ഈ നെഗറ്റീവ് കമൻറ്റും പറഞ്ഞ്, അതുപോലെ തന്നെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊടുക്കുന്ന സാധനങ്ങളിൽ നിന്ന് അതിൽ നിന്ന് കൈയിട്ട് വരുന്ന അതൊക്കെ അവരുടെ ശീലങ്ങളാണ്. അവരത് മറക്കില്ല. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരത് മറക്കില്ല. നമ്മളെ കൊണ്ട് കഴിയാവുന്ന സഹായം ആരായാലും ചെയ്യുന്നത് ആരും തടസ്സപ്പെടുത്താതെ അവർക്ക് വേണ്ടാവുന്ന കാര്യങ്ങൾ എല്ലാം, ഇത് ഇന്നോ നാളെയോ മറ്റന്നാളോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ പ്രശ്നം തീരുന്നില്ല. അവരെ ഇനി പുനരധിവാസം അങ്ങനൊരു സംഭവം ഇനി ഇതിൻ്റെ പുറകിൽ വരുന്നുണ്ട്. ആ സമയത്തും പൈസയ്ക്ക് ആവശ്യമാണ്. ഇപ്പോൾ ഭക്ഷണ സാധനങ്ങളും മറ്റുള്ളതൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ഒരുപാട്, ഇപ്പോൾ ഇന്നലെ ഒരു വീഡിയോയിൽ കാണാൻ ഇടയുണ്ടായി. ഈ ഉപയോഗിച്ച ഡ്രസ്സുകളൊക്കെ ആൾക്കാർ കൊടുക്കുന്നത്, അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ വെള്ളപ്പൊക്കം വരുമ്പോൾ പഴയ ഡ്രസ്സുകളൊക്കെ കൊണ്ടുപോകാനൊക്കെ ആൾക്കാർ പല സ്ഥലത്തു നിന്നും വരാറുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കൊച്ചു കേരളത്തിലുള്ള ആൾക്കാരൊക്കെ തന്നെ അങ്ങനെ ചെയ്യുന്നത് അത് വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് കൊണ്ട് കഴിയാവുന്ന ഒരു 100 രൂപയുടെ ഒരു ഡ്രസ്സ് മേടിക്കാൻ പറ്റുള്ളൂ. 100 രൂപയുടെ ഡ്രസ്സ് മേടിച്ച് കൊടുത്താൽ മതി. അല്ലാതെ ഈ പഴയത് കൊടുത്ത് അത് പിന്നെ അവിടെ എത്തുമ്പോൾ അവിടെ ഇത് സ്വീകരിക്കുന്ന സ്ഥലത്ത് അവർക്കും കൂടി അത് ഭാരമാവണം. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി എല്ലാവരും ഒറ്റ കൈ കോർത്തുകൊണ്ട് ഈ ദുരന്തത്തെ നേരിടാൻ, അതുപോലെ നമ്മുടെ ഇന്ത്യൻ ആർമി, പോലീസ്, ഫയർഫോഴ്സ് അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട്, ഇപ്പോൾ ഇന്നലെ പാലം നിർമ്മിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങളൊക്കെ പ്രവാസികളായ ഞങ്ങൾക്ക് അവിടെ വന്ന് കണ്ടിട്ട് ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. ഞങ്ങളൊക്കെ എന്തിനും തയ്യാറായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷെ നമ്മൾക്കതിന് വരാൻ കഴിയുന്നില്ല. അപ്പോൾ അവിടെയുള്ള ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് തന്നേ പറ്റൂ. അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഇതിൻ്റെ പുറകിൽ നിന്ന് കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, ഈ സംഭവം നടക്കുന്നതിന് 10 ദിവസം മുന്നേ നമ്മുടെ പ്രിയ സഹോദരൻ അർജുന് വേണ്ടിയിട്ടുള്ള തെരച്ചിലും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനും എല്ലാവരുടെ പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവണം. ഇതും നമ്മൾ കാണാതെ പോകരുത്. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.